ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പെൻസിൽ ഡ്രോയിങ് ആട്ടോ ട്രൈ ചെയ്യണത്. കമൻറ്റ് ബോക്സിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു പെൻസിൽ ഡ്രോയിങ് ട്രൈ ചെയ്യാമോ എന്ന്. പെൻസിൽ ഡ്രോയിങ് എനിക്ക് അത്ര പിടുത്തമുള്ള ഏരിയ അല്ല, പക്ഷെ നമുക്ക് അറിയണ പോലെയൊക്കെ ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റും അറിയിക്കണേ. ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ എന്താണ് വരയ്ക്കേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പെൻസിൽ ഡ്രോയിങ് കുറച്ചൊരു ടഫായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഞാൻ അതിനെപ്പറ്റി അധികം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. എങ്കിലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് അതിനെ ഒരു ഫൈനൽ കാണുമ്പോൾ നല്ല രസമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടിട്ട് നിങ്ങൾ വേണം അഭിപ്രായം പറയാനായിട്ട്. അപ്പം ഞാനൊരു വീടും ട്രീയൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഒറ്റ ഷെയ്ഡിങ് പെൻസിൽ ഉണ്ടായിരുന്നുള്ളൂ, വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമലിൻ്റെ സാധാരണ ഒരു പെൻസിലുമാണ്. അപ്പോൾ ഈ രണ്ട് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പെൻസിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഡാർക്കായിട്ടും ബ്രൈറ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ കുറച്ച് മോഡേൺ ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു മിറ്റവും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.